Do not be afraid. St. Luke chapter 2, verses 10 and 11. And the angel said to them, Fear not, for behold, I bring you good news of great joy, that will be for all the people. For unto you is born this day in the city of David a Savior, who is Christ the Lord. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. As the shepherds kept watch over their flocks, their quiet night was suddenly filled with the glory of the Lord and the voice of an angel declaring, Fear not. ആട്ടിടയന്മാർ രാത്രിയുടെ നിശബ്ദതയിൽ അവരുടെ ആടുകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ദൈവ തേജസ്സും മഹത്വവും വെളിപ്പെട്ടു. മാലാഖ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഭയപ്പെടേണ്ട. What they saw was overwhelming. Heaven breaking into earth, light piercing darkness, and a message that would change the course of history. അവർ കണ്ടത് സ്വർഗമിതാ ചായ്ച്ച് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന സന്ദേശം. Yet the angel's words comforted them, reminding them that God's glory is not to be feared but embraced, for it brings salvation and fear. മാലാഖ ആട്ടിടയന്മാരെ ആശ്വസിപ്പിക്കുന്നു. അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവമഹത്വം ഭയപ്പെടുവാനുള്ളതല്ല, പിന്നെയോ ആശ്ലേഷിക്കുവാനുള്ളതാണ്. കാരണം അത് രക്ഷയും സമാധാനവും നൽകുന്നു. Like the shepherds, we may find ourselves burdened by uncertainty, fear, or a sense of unworthiness. The birth of Christ assures us that God has come near, bringing peace to our troubled hearts and joy to our weary souls. ആട്ടിടയന്മാരെ പോലെ നമ്മളിലും ചില ഭയങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ തിരുജനനം നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്. ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ പ്രയാസം നിറഞ്ഞ ഹൃദയത്തിന് സമാധാനവും ക്ഷീണിതമായ നമ്മുടെ ആത്മാവിന് ധൈര്യവും ആനന്ദവും പ്രത്യാശയും നൽകുന്നു. We are called to follow the shepherd's example, to move from fear to faith, from hesitation to worship. Just as they went to Bethlehem to see the Christ child and left glorifying God, we too must approach him with awe and gratitude, allowing his presence to transform our fear into joy. ആട്ടിടയന്മാരെ പോലെ നമ്മളും വിളിക്കപ്പെട്ടവരാണ്. ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നമുക്ക് മാറാം. അല്പം മടിയിൽ നിന്ന് ആരാധനയിലേക്ക് നമുക്ക് ചെന്ന് ചേരാം. എപ്രകാരം ആട്ടിടയന്മാർ ബേത്ലഹേമിൽ ചെന്ന് പൈതലായ യേശുവിനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി തിരിച്ചുപോയോ, അങ്ങനെ നമുക്കും ഭയത്തോടും നന്ദിയോടും ദൈവസന്നിധിയിലേക്ക് വരാം. അവൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ആനന്ദത്തിലേക്ക് രൂപാന്തരപ്പെടുത്തട്ടെ. Saint Gregory of Nyssa writes, quote, "The shepherds saw the glory of God and were not consumed by fear, for in Christ the transcendent became immanent. His glory does not destroy but illumines, calling us to share in his peace and joy." End quote. ദൈവമഹത്വം നമ്മെ നശിപ്പിക്കുകയല്ല, നമ്മെ പ്രകാശിപ്പിക്കുന്നതാണ്. ആയതിനാൽ അവൻ്റെ സമാധാനത്തിലേക്കും ആനന്ദത്തിലേക്കും നമുക്ക് വരാം. Lord Jesus Christ, on this glorious day of your nativity, we hear the angel's words, "Fear not."
like the shepherds, may we glorify and praise you with lives transformed by your grace. Amen. കർത്താവേ, അങ്ങയുടെ തിരുജനനത്തിൽ മാലാഖമാർ ആട്ടിടയന്മാർക്ക് നൽകിയ സന്ദേശം ഭയപ്പെടേണ്ട എന്നുള്ളത് ഞങ്ങൾക്കും കേൾക്കുവാൻ ഇടയാകണമേ. ആട്ടിടയന്മാരെ പോലെ ഞങ്ങളും അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങയുടെ കൃപയാൽ രൂപാന്തരപ്പെട്ട ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. Wish you all a blessed feast of the Nativity. Merry Christmas to each and every one of you. God bless.